നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തുമ്പോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കുറെ വഴിപാടുകളുണ്ട്. ഞാനതൊന്ന് എഴുതിയിട്ട് വരാം. അല്ല സത്യമേ, ശരി, ശാന്തിക്കാരനെ കാണണ്ട. പക്ഷെ നേരായ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടില്ലേ? ഇതല്ലേ നേരായ വഴി എന്ന് ആര് പറഞ്ഞു? കുബേരന്റെ ദിക്കേതാ? വടക്ക് ദിക്കല്ലേ? അല്ല, നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ വരുന്നത്? സമ്പത്തും ഐശ്വര്യവും വരാൻ. കുബേരന്റെ വഴിയിലൂടെ കയറിയാ അത് വർദ്ധിക്കുകയല്ലേ ചെയ്യൂ? എന്താ, സമ്പത്തും ഐശ്വര്യന് വേണ്ടെന്നുണ്ടോ? അത് വേണം. ആ, എന്നതാ ആ വഴിക്ക് പൊയ്ക്കോ. എന്നാ പിന്നെ ഇവള് പറയുന്ന സ്ഥലത്തു കൂടി കേറാം. എന്റെ അമ്മയ്ക്ക് ഇനി അതായിട്ടൊരു കുറവ് വരുത്തണ്ടടാ. വാടാ, വാ മോളെ. എന്തെങ്കിലും ആവട്ടെ. കാര്യങ്ങളെല്ലാം എന്റെ വഴിയെ തന്നെ നടക്കുന്നത് കണ്ടോ? പറയുന്നത് കേട്ട് നിന്ന ഗുണം കിട്ടുന്നത് നിനക്ക. സ്മരണ വേണം, സ്മരണ. കേട്ടല്ലോ? കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യമേ. എന്താ വാ. ഹലോ, ഒരു കാരണവശാലും ശാലിനി ഹർഷനെ കാണരുത്. കണ്ട കല്യാണവും മുടങ്ങും. വേണ്ടി വന്ന ഹർഷനെ കൊണ്ട് കാർത്തികയെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ശാലിനി കല്യാണവും നടത്തിക്കും. ഷോ, ഇവന്മാര് എന്താ പുരാണം പറഞ്ഞോണ്ട് നിൽക്കുന്നേ? അതോ അമ്മൂമ്മയുടെ ചാവടി യന്ത്രത്തിന്റെ കാര്യം? വന്ന കാര്യം നടത്തിയിട്ട് പോവാതെ കഥയും പറഞ്ഞോണ്ട് നിൽക്കുക, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഹർഷൻ, തേടി നടന്നവനെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്നെത്തിച്ചല്ലോ. ഭഗവാനെ നന്ദി. ഇനി ഞാൻ കാര്യങ്ങൾ ഭംഗിയായി നീക്കിക്കൊള്ളാം. അയ്യോ, സോറി സോറി സോറി. അയ്യോ, സോറി സോറി സോറി. ചേച്ചി സോറി, ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ആ ഓടിപ്പോയുള്ള എന്തേ കിട്ടിയാലുണ്ടല്ലോ. പതുക്കെ. കണ്ടുകിട്ടിയിട്ടും അവൻ നഷ്ടപ്പെട്ടല്ലോ ഈശ്വര. ഇതെന്തൊരു പരീക്ഷണ. എന്തായാലും ഈ ക്ഷേത്രം വിട്ടവൻ പോകാൻ സാധ്യതയില്ല. അതെ, അവിടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേര് അവരെങ്ങോട്ടാ മാറിയെന്നറിയാമോ? അയ്യോ മാഡം, ഞാൻ ശ്രദ്ധിച്ചില്ല മാഡം. അവരവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇതാണ് ആള്. ചേട്ടാ,
ഈശ്വരന്റെ നമ്പറിങ് തന്നെ. ശരി, madam. ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്യാം. ഇയാളെ കണ്ട ഉടനെ എന്നെ വിവരം അറിയിക്കണം. എന്റെ നമ്പർ 95. ശരി മാഡം. എന്നാലും ആ മധുശ്രീ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? അപ്പോ അറിയിക്കാൻ മറക്കല്ലേ? ശരി മാഡം. ഡാ, വിഷ്ണു മോനെ, ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തുമ്പോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കുറെ വഴിപാടുകളുണ്ട്. ഞാനതൊന്ന് എഴുതിയിട്ട് വരാം. അയ്യോ ഹർഷൻ, ഈശ്വര, ഇവര് തമ്മിൽ കണ്ട കുഴപ്പമാവുമല്ലോ. വിഷ്ണു, ഇങ്ങ് വന്നേ. ഇത് കണ്ടോ? കാർത്തികേ, എന്താ നീ ചന്ദനം തൊട്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ? പിന്നെ ഐക്യമത്തി പുഷ്പാഞ്ജലി കഴിച്ചോ? ഇല്ല. എന്നാ അതൊരു 10 ഉണ്ടെങ്കിലും കഴിപ്പിക്കണം. വല്ലവളെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനെ കെട്ടുമ്പോ 10 അല്ല, ഒരു 16 എണ്ണമെങ്കിലും കഴിപ്പിക്കണം. അവളവന്റെ മനസ്സിൽ നിന്ന് പോയാലല്ലേ നിനക്ക് അവിടെ ഒന്ന് കേറാൻ പറ്റൂ. അതിനാ. കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യമേ. നിങ്ങൾ വന്നേ. ഭാവി അമ്മായിമ്മ തേനൂർന്ന് വിളി വിളിക്കുന്നു. ചെന്ന് അത് കാണ്. നിന്റെയും വിഷ്ണുവിന്റെയും കെട്ടുകാഴ്ചയുടെ ഫ്ലെക്സാ. ചെല്ല്. തൽക്കാലം രക്ഷപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.